ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. മഹാകാരുണ്യവനായ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല രാത്രികാലത്തിന് ദൈവമേ സ്തോത്രം. കർത്താവേ, ചില ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം കർത്താവ് പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിച്ച് കൃപയ്ക്കാണ് സ്തോത്രം. ഞങ്ങൾ തുടർന്ന് വചന ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്നു. വചന ശുശ്രൂഷയുടെ പ്രിയ ദൈവദാസിനെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചന കേൾവിക്കാരായിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇലായി വീക്ഷിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും അവർക്ക് ആശ്വാസം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവദാസിനെയും ദൈവ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവം ഏൽപ്പിക്കുന്നു പ്രാർത്ഥന. നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്ന് വചന ശുശ്രൂഷ സമയമാണ്. പ്രിയ ദൈവദാസൻ പാസ്റ്റർ രാജു അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കണം. പ്രാർത്ഥനയോടെ ദയവായി ഇലായി വീക്ഷിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലിക ഗോസ്പൽ ടീമിൻ്റെ സംഘാടകർക്കും അതിനായി ഇതെല്ലാം മറ്റുള്ള പലരുടെ കയ്യിലെത്തിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകരെയും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് തുടർന്ന് മറ്റു പല ഭാഗങ്ങളിലേക്കും കാണുന്നവരെയും ഇന്ന് ദൈവനാമത്തിൽ ഞാൻ വന്ദനം പറയുകയാണ്. കാലത്തിൻ്റെ ഈ കാലഘട്ടത്തിനാവശ്യമായിരിക്കുന്ന ദൈവവചനങ്ങൾ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലും ആയിരിക്കുന്ന ഭാഗത്തും എത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന് പാകപടിയായിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ചിന്തിക്കാനായി നൽകിയിരിക്കുന്ന ആ തിരുവചന വാക്യം ഉൽപ്പത്തി 49 22 വചനം. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരരികിൽ നിൽക്കുന്ന ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിൽമേൽ പടർന്നു കിടക്കും. ഇന്ന് രാത്രികാലം ഈ വചനവുമായി നമുക്ക് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ചിന്തിപ്പാൻ ദൈവം നമ്മളെ അവസരമൊരുക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് സന്ധ്യാസമയത്ത് ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ മധ്യയിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് സമാധാനമായി സന്തോഷമായി നമുക്ക് സന്ധ്യയോട് ഈ വചനങ്ങളെ ശ്രദ്ധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, വചനം അവിടുത്തത്, അടിയൻ അവിടുത്തത്, കേൾക്കുന്ന തൻ്റെ ജനം അവിടുത്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പ്രയോജനകരമായി തീരുവാൻ സ്വർഗം അവിടുന്ന് വലിയ അത്ഭുത പ്രവൃത്തി ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം ദൂരത്തും ചാരത്തും നിന്ന് കേൾക്കുന്ന സകലരുമേലും നിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും ഒന്നുപോലെ നീ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ലോകത്തിലുള്ള കഷ്ടത, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഏറെ വലുതാണ്. അങ്ങനെ ജോസഫ് തൻ്റെ കൊച്ചും കാലത്തിൽ തന്നെ താൻ സ്വപ്നങ്ങൾ കാണുകയും സ്വപ്നം തൻ്റെ സഹോദരന്മാരോടും അപ്പനോടും പറയുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുന്ന പ്രതിസന്ധി ജീവിതത്തിൽ ഏറെ വലുതാണ്. ഈ വൃക്ഷം എന്ന് പറഞ്ഞാൽ ആറ്റിനരികത്ത് നിൽക്കുന്ന, വെള്ളത്തണലിൽ നിൽക്കുന്ന വൃക്ഷം. അത് വേനൽക്കാലത്തും ഇലവാടാതെ അനേകം കനികൾ കൊടുക്കുന്ന വൃക്ഷമായി നിലനിൽക്കുമ്പോൾ ആ വൃക്ഷത്തിന് വിരോധമായ
പല പ്രവൃത്തികളും കടന്നു വരും. ആരൊക്കെയാണ് ദൈവസന്നിധിയിലും ദൈവീയ പ്രവൃത്തികളും മുന്നോട്ട് കയറി വരുന്നവോ അവർക്ക് മാത്രമേ പ്രതികൂലം മുൻപിലുള്ളൂ. കാരണം ഈ ലോകം ദൈവത്തെ വെറുത്തതുപോലെ ഈ ദൈവകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവരെ ഈ ലോകം വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫലപ്രദമായിരിക്കുന്ന ഈ വൃക്ഷം അത് വളർന്നു വലുതായി മറ്റു വൃക്ഷങ്ങളേക്കാൾ അധികമായി അത് വളർന്ന് മറ്റു മതിലിന്റെ മറുഭാഗത്തുകളെല്ലാം വളർന്നു വരുമ്പോൾ അത് മറ്റ് എതിരാളികൾ അതിനെ നശിപ്പിക്കുവാനായി തീരുമാനിക്കും. നമ്മളിവിടെ വായിച്ചതുപോലെ ജോസഫ് കണ്ട സ്വപ്നം, ആ സ്വപ്നം തന്റെ അപ്പനോടും സഹോദരങ്ങളോടും പറഞ്ഞു വന്നപ്പോൾ സഹോദരന്മാർ ഈ ജോസഫിനെ വെറുക്കുവാൻ ആരംഭിച്ചു. എന്താണ് ജോസഫ് കണ്ട സ്വപ്നം? ഉൽപ്പത്തി 37 6 വായിച്ച്. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. ഞാൻ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടു നിന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നൂറ് നിൽക്കുകയും മറ്റുള്ള കറ്റകൾ എന്റെ ചുറ്റും നിന്നും ഈ ഞാൻ കെട്ടിയ കറ്റയെ നമസ്കരിച്ചു. അപ്പോൾ അവിടെ പറയുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ ജോസഫിനെ ദൈവം മാനിച്ചത് കൊണ്ട് കൊടുക്കപ്പെട്ടിരിക്കുന്ന ദർശനം തന്റെ സഹോദരന്മാരോടും അപ്പനോടും അറിയിക്കുമ്പോൾ അതിനെ താഴോട്ടൊന്ന് വായിച്ച്. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ ഭരിക്കുമോ എന്ന് പറഞ്ഞ് അവന്റെ സ്വപ്നങ്ങളെ അവന്റെ സ്വപ്നം നിമിത്തവും അവന്റെ വാക്കു നിമിത്തവും അവനെ പിന്നെയും അധികം ദോഷിച്ചു. ഈ ലോകത്തിൽ നമ്മൾ കാണപ്പെടുമ്പോൾ പലവിധമായിരിക്കുന്ന പ്രവൃത്തിയിൽ ആയിരിക്കുന്നവർ, സഭാ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്നവർ, അതിനകത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും ദൈവത്തിന് ഫലമുള്ള മറ്റുള്ളവർക്ക് ഫലമുള്ള എന്തെങ്കിലും ചെയ്യുവാൻ ആരംഭിച്ചു ചെയ്യുമ്പോൾ അവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരെ ധനങ്ങളും അതിന്റെ സമയങ്ങളുമെല്ലാം ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു കൊടുക്കുമ്പോൾ ഇത് കാണുന്ന സഹോദരങ്ങൾ അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികൾ, കൂട്ടുഭാഷ അല്ലെങ്കിൽ അവരായിരിക്കുന്ന ഏത് അധികാരത്തിൽ നിൽക്കുന്നുവോ അതിന്റെ പിന്നിലുള്ളവർ അവർക്ക് വിരോധമായി എഴുന്നേൽക്കും. ഒരു കുടുംബത്തിനകത്തുള്ള സഹോദരന്മാർ ജോസഫിനെ ഇവിടെ കണ്ട സ്വപ്നത്തെ, ആ സ്വപ്നം കണ്ടതുകൊണ്ട് അവരെ ദുഷിപ്പാൻ ഇടപെടും. അതിനുശേഷം അവനോട് പറയുന്നത്, നീ ഞങ്ങളെ രാജാവാകുമോ, നീ ഞങ്ങളെ ഭരിക്കും. ഈ ലോകത്തെ കുറിച്ച് നമ്മൾ പലതും ചിന്തിക്കുമ്പോൾ ലോക കാര്യങ്ങളും പല പ്രവർത്തനങ്ങളിലും ചില സംഘടനകളിലും സകല അധികാരങ്ങളിലും സകല പാർട്ടിക്കകത്തും നമ്മൾ നോക്കുമ്പോൾ ഒരുവൻ പ്രിയമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അവനെ പുറത്തു കളഞ്ഞിട്ട് മറ്റൊരു ഭാഗത്ത് വേറെ ഒരുവനെ കയറുവാനുണ്ടാകുന്ന അതിമനോഹരമായിരിക്കുന്ന മെല്ലുപിടുത്തമാണെന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ പറയുന്ന സഹോദരന് വിരോധമായി അവൻ എഴുന്നേൽക്കുന്നു. ആ സഹോദരന് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും ഈ വാർത്ത അപ്പനോട് പറയുകയും ഒടുവിൽ ഈ വാർത്ത പറഞ്ഞതിനു ശേഷം ജോസഫിനോട് തന്റെ സഹോദരന്മാർക്ക് ഒരു വിഷമവും പ്രതിസന്ധികളും, ഇവനെ എങ്ങനെയെങ്കിലും വകവരുത്തേ മതിയാകുമെന്ന് ചിന്തിച്ചതിനു ശേഷം സഹോദരന്മാരോട് നടക്കുന്ന ജോസഫ് വന്ന അപ്പനോട് പറയുന്നു, സഹോദരന്മാര് ജോസഫുമായി അടുത്തു പോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ മുമ്പിലോട്ട് കടന്നു വരുമ്പോൾ അപ്പൻ ജോസഫിനെ അപ്പന്റെ അരികിൽ നിർത്തി. കുറെ കാലം കഴിഞ്ഞു സഹോദരന്മാർ പോകുന്ന അവസ്ഥയിൽ ജോസഫ് അപ്പന്റെ അടുത്ത് നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ അപ്പൻ ജോസഫിനെ പറഞ്ഞു, സഹോദരന്മാരുടെ സുഖവിവരങ്ങൾ അറിഞ്ഞ് കൊണ്ടു മടങ്ങി വരണം. സഹോദരന്മാരുടെ സുഖവിവരങ്ങൾ അറിഞ്ഞ് മടങ്ങി വരുവാൻ ജോസഫ് മുമ്പിലോട്ട് നടന്നു നീങ്ങുമ്പോൾ അവിടെ ഉള്ള ഒരു സംഭവം, ജോസഫിനെ അപ്പൻ സ്നേഹിക്കുന്നത് കൊണ്ട് വാങ്ങിക്കൊടുത്ത പുതിയ അങ്കിയും ധരിച്ചുകൊണ്ട് സഹോദരന്മാരെ കാണുന്നതിന് വേണ്ടി മടങ്ങിപ്പോകുമ്പോൾ ജോസഫ് സഹോദരന്മാരെ അന്വേഷിച്ചു പല സ്ഥലങ്ങളിലും നടന്നതിനു ശേഷം ഇവർ നിൽക്കുന്ന സ്ഥലം അവർ കണ്ടു. അവർ നിൽക്കുന്ന സ്ഥലം കണ്ടതിന് ദൂരെ നിന്ന് വരുന്ന സഹോദരൻ ജോസഫിനെ കണ്ടപ്പോൾ അവർ സംഘടിതമായി ജോസഫിനെ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കി. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന ചില പ്രവൃത്തികളും TV വാർത്തകളും പത്രവാർത്തകളും ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഈ സംഭവങ്ങൾ വളരെ വിളിച്ചു പറയുന്നത് ഈ ലോകത്തിൽ അപകടമായിരിക്കുന്ന സാധ്യതകളാണ്. അങ്ങനെ ജോസഫ് അവരടുക്കൽ കടന്നു ചെന്നതിനു ശേഷം ജോസഫിനെ ഇവർ കൂടിയാലോചന നടത്തി കൊല്ലുന്നതിനു വേണ്ടി ശ്രമിക്കുകയും ഇതിലുണ്ടായിരുന്ന ഒരുവൻ പറഞ്ഞു, അവനെ നമുക്ക് കൊല്ലുവാൻ പാടുള്ളതല്ല. അവരങ്ങനെ അവനെ അവിടെ നിന്ന് കിണറ്റിന് വെള്ളമില്ലാത്ത ഒരു കിണറ്റിനകത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. കാര്യങ്ങൾ ലോകത്തിൽ നമ്മളെ പകയ്ക്കുന്നവർ നമ്മൾ നിൽക്കുന്ന നന്മയുള്ള ഭാഗത്തുനിന്ന് അകറ്റി മാറ്റി, സംഘം ചേർന്ന് കൂട്ടം ചേർന്ന് പലരും നമ്മളെ അകറ്റി മാറ്റി നമ്മളെ ഒരു നന്മയും ഇല്ലാത്ത ഭാഗത്തിലേക്ക് എടുത്തെറിയുവാൻ ശ്രമിക്കുമ്പോൾ ആ എടുത്തെറിഞ്ഞ ആ വെള്ളമില്ലാത്ത കിണറ്റിനകത്ത് വലിച്ചെറിയുമ്പോൾ അവിടെ നിന്ന് അവരെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, വേണ്ട, അവനെ അവിടെ നിന്ന് കരയിലേക്ക് കയറ്റി. അവനെ അവിടെ നിന്ന് ആ ഭാഗത്തുകൂടി വന്നവർക്ക് സഹോദരനെ അവർ വിൽക്കുവാൻ ശ്രമിച്ചു. അവരങ്ങനെ വിൽക്കുവാൻ ശ്രമിച്ചു. അവർ കൊണ്ടുപോകുന്ന ഭാഗത്ത് അവിടെ നിന്ന് മറ്റവർക്ക് വേറെ ഭാഗത്തിലേക്ക് നീങ്ങിയതിനു ശേഷം ജോസഫ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തുവാനിടപെടണം. ഇത് പറയപ്പെടുന്ന ഒരു വിഷയം വിളിയും തെരഞ്ഞെടുപ്പും ദർശനവും ദൈവഭാഗത്ത് ദൈവം സ്നേഹിക്കുന്ന മനുഷ്യന് പ്രതികൂലങ്ങൾ അനവധിയാണ്. ഈ ഭാഗമെല്ലാം കടന്നു രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. രാജാവിന്റെ കൊട്ടാരത്തിലും ജോസഫ് ദൈവത്തെ മാനിച്ചു, ദൈവത്തെ സ്നേഹിച്ചു നിലനിൽക്കുന്നത് കൊണ്ട് ആ കൊട്ടാരത്തിൽ
വീട്ടിന്റെ സകല കാര്യങ്ങളെയും അന്വേഷിപ്പാൻ രാജാവ് ജോസഫിന് അധികാരം കൊടുത്തു. ജോസഫിന് അധികാരം കൊടുത്ത് മുമ്പിലോട്ട് പോകുമ്പോഴാണ് അവിടെ നിന്നും ജോസഫ് എന്ന് വരുന്ന വലിയ പ്രതികൂലം. ആ പ്രതികൂലത്തിന് മുമ്പിലും ജോസഫ് ദൈവത്തെ മറക്കാതെ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ജോസഫിന് അവിടെയും പരീക്ഷയിൽ വിജയിപ്പാൻ കഴിയും. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി നമ്മൾ പറയട്ടെ, ഒരു മനുഷ്യനെ തകർക്കുവാൻ ഈ ലോകം എന്തെല്ലാം പ്രതികൂലങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളിലേക്കും കടത്തിവിട്ട് അവനെ അഴിമതിയുടെയും പലവിധമായ വാക്കുകളിലേക്കും അവനെ പറഞ്ഞു കുരുക്കാൻ തോന്നുമ്പോഴും ആ ദൈവസന്നിധിയിൽ നേരുള്ളവനെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ നിന്ന് കരകയറിയ ജോസഫിന്റെ ജീവിതകാലത്തിൽ വളരെയധികമായി ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് ഉണ്ടാകുന്ന സംഭവങ്ങളെ പശ്ചാത്തലത്തിൽ അവൻ വീണ്ടും ദൈവസന്നിധിയിൽ നേരുള്ളവനായി കണ്ടതുകൊണ്ട് രാജാവ് അവനെ മാനിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഈ ലോകം നമുക്കൊരു സമാധാനം തരില്ല, ഈ ലോകം നമുക്കൊരു സന്തോഷം തരില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ പലരും ഞങ്ങളെ തകർത്തുടയ്ക്കുവാൻ എഴുന്നേറ്റ് വരുമ്പോഴും നമ്മൾ അവിടെ നിന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ ദൈവം നമുക്ക് അതിനെ മറുപടി തരും. എന്തുമാത്രം പ്രതികൂലങ്ങൾ, എന്തുമാത്രം പ്രശ്നങ്ങൾ ഒരു മനുഷ്യന് ജീവിതത്തിലേക്ക് കടന്നു വരും. ജോസഫിനെ നഷ്ടപ്പെടുത്തുവാൻ, ജോസഫിനെ ഇല്ലാതാക്കുവാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ജോസഫിന് വിരോധമായി നിൽക്കുമ്പോഴും ജോസഫിന്റെ ദൈവം ജോസഫിനെ മറന്നുപോയില്ല. അങ്ങനെ കാലങ്ങൾ മുമ്പിലോട്ട് കടന്നു ചെല്ലുകയാണ്. ഒരു ദർശനം കണ്ടെന്നുള്ള ഭാഗത്ത് മാത്രമാണ് ഇവിടെ വിഷയം കടന്നു വരുന്നത്. ജോസഫ് കണ്ട സ്വപ്നം, ഞാൻ എന്റെ കറ്റയെ മറ്റെല്ലാ കറ്റയും എഴുന്നേറ്റ് വണങ്ങും. ഈ ദൈവം കൊടുത്ത ഈ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ദർശനം അത് കൃത്യമായി നടക്കണം. അത് അതിന്റെ സമാധിയിലേക്ക് കടന്നു പോകുന്ന അവസരത്തിൽ എന്തുമാത്രം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ആ ജോസഫിന് അനുഭവിക്കേണ്ടതാണ്. ആ നല്ല വൃക്ഷം വളർന്നു കൊമ്പുകളായി അതിൽ മതിലുകൾ പുറത്തേക്ക് വളരും. ഈ മതിലുകളെ പുറത്തേക്ക് വളരുക എന്ന് പറയുന്നത് ഒരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ, വളരുന്ന ഒരു വ്യക്തിയെ മതിൽ കെട്ടി അതിനകത്തൊതുക്കുവാൻ ശ്രമിക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തിയെ പലരുമായി പലതും പറഞ്ഞ് അവരെ ഈ ഭാഗത്ത് നടത്തി മാറ്റി അവർ സമൂഹത്തിന് കൊള്ളാത്തവർ, അവർ ദൈവവേലയ്ക്ക് കൊള്ളാത്തവർ, അവർ ഒന്നിനും കൊള്ളാത്തവരാക്കി അവരെ വലിച്ചങ്ങനെയെങ്കിലും തറയിലിടുവാൻ വേണ്ടി അവർക്ക് വിരോധമായി കെട്ടുന്ന മതിലുകൾ, അവരെ വളർച്ചകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മതിലുകൾ, അവരെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മതിലുകൾ ആ വൃക്ഷത്തെക്കാൾ വലുതായി കെട്ടിയാലും അത് ദൈവം നിയമിക്ക തയ്യായിരുന്നുവെങ്കിൽ, അത് വൃക്ഷമാണെങ്കിൽ യാതൊരു മതിലിലും അതിനെ തടുക്കുവാൻ കഴിയുകയില്ല. ജോസഫ് ഫലപ്രദമായ ആ വൃക്ഷമായി വളർന്നു. അവിടെയും രാജാവിന്റെ കൊട്ടാരത്തിൽ പരീക്ഷ സഹിച്ച അവൻ അവിടെയും വിജയിക്കപ്പെടുകയാണ്. അവൻ അങ്ങനെ ജയിലിന്റെ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ ദൈവം ജോസഫിനെ മറന്നു കളഞ്ഞില്ല. കാര്യം ജയിലിന്റെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് ഇതിനേക്കാൾ അധികമായി ജോസഫിന് സ്നേഹിപ്പാൻ അവനിടയായി. രാജാവ് സ്നേഹിക്കുകയും വീട്ടിലെ അധികാരങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങ് ആ കാലഘട്ടത്തിൽ മുന്നിൽ വന്നപ്പോൾ രാജാവ് പ്രതികരിക്കുന്ന വിഷയം രാജാവ് ആകാരം പോറ്റി, ആകാരം കൊടുത്തു, ധനങ്ങളെ കൊടുത്ത് മാനിക്കുന്ന രാജാവിന്റെ കൊട്ടാരത്തിലുള്ള ഭരണക്കാർക്കും അതിനകത്തുള്ള ആർക്കും തന്നെ മറുപടി പറയുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ, ആർക്കും മറുപടി പറയുവാൻ, രാജാവ് കണ്ട സ്വപ്നത്തിന് മറുപടി പറയുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ
അവിടെയും ജോസഫിനെ മാനിപ്പാൻ ഒരു ദൈവം അവിടെയും രാജാവിന്റെ മനസ്സിലേക്ക് ഇടപെടുകയാണ്. അങ്ങനെ ജയിലിൽ സ്വപ്നങ്ങൾ പലരോടും പറഞ്ഞു പ്രവചിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിനകത്തുള്ള ഒരാൾ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരുവനെ തടവിലാക്കിയിരിക്കുന്നവനെ അവൻ ദർശനമുള്ളവനാണ്, അവൻ ദൈവഭക്തിയുള്ളതാണ്, അവൻ യഹോവയ്ക്ക് വേണ്ടപ്പെട്ടവനാണ്. അവനോട് നമ്മൾ ചെന്ന് കാര്യങ്ങളെ ചോദിച്ചു. കാര്യം പറഞ്ഞു രാജാവ് അവനെ കൊണ്ടുവരാൻ. രാജാവ് അവനെ കൊണ്ടുവന്നു അവനോട് വിവരങ്ങളെ പറയുവാൻ തുടങ്ങി. രാജാവ് കണ്ട സ്വപ്നവും വിവരിപ്പാൻ കഴിയാതിരിക്കുന്നു. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ഒരു ദൈവം സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിന്നിൽ മേൽ ദൈവം പ്രവർത്തിപ്പാൻ ഇടപെടും. ആ ജോസഫിനെ അവിടെ വെച്ചുകൊണ്ട് സ്വപ്നങ്ങളെ വിവരിപ്പാനായി ജോസഫിന് ദൈവം അതിനായിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമായിരുന്നു. പകൽക്കാലം ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവ പൈതലിന്റെ അധികാരമായിരിക്കുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി മനുഷ്യൻ ഒരിക്കലും അതിനെ മൂടിക്കളയുവാൻ കഴിയില്ല. പക്ഷേ ആത്മാവ് പ്രാപിച്ചവൻ, ആത്മാവിന്റെ അഭിഷേകമുള്ളവന് അനേകം ഏറികൾ കടന്നു വരും. ഏത് മരമാണ് കായ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ആ കായ്ക്കുന്ന മരത്തെ ഏറി ധാരാളമായി ലഭിക്കും. ഈ വൃക്ഷത്തെ വളർന്നു വരുന്ന വൃക്ഷത്തെ പലരും അതിനെ തകർക്കുവാൻ നോക്കിയിരുന്നു. പകൽക്കാലം എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളെ തകർത്തു കളഞ്ഞുവെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ ഒതുക്കിക്കളഞ്ഞുവെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ സംഘടനപരമായോ വ്യക്തിപരമായോ നിങ്ങളെ ആക്ഷേപം പറഞ്ഞ ഒരു മൂലയിലേക്ക് നിങ്ങൾ ഒതുക്കി വെച്ചു. പലരും എന്നെ കണ്ടവർ അവരെ മുമ്പിൽ ഞാൻ എങ്ങനെ നാളെ കാണുമോ അവരെ എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒതുക്കിയവരെ ദൈവത്തിന്റെ കരത്തിൽ നിങ്ങൾ ഏൽപ്പിക്കുക. കാരണമെന്ന് വെച്ചാൽ ഈ ലോകം ആ ലോകത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ആത്മാവിന്റെ ശക്തിക്ക് നിങ്ങളെ വിടുവിപ്പാൻ കഴിയും. പല പ്രവർത്തനങ്ങളിലും ആയിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ പരിധിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളെ കമ്പനിയിൽ നിന്ന് നിങ്ങളെ ഒതുക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആരെയെങ്കിലും വാക്കിനാൽ, ആരെയെങ്കിലും പ്രേരണത്താൽ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ കള്ളനാണ്, നിന്നെ കൊണ്ട് ആ പണി ചെയ്യുവാൻ കഴിയുകയില്ല, ദുർവർത്തമാനം പറഞ്ഞു നിന്റെ കമ്പനിയിൽ നിന്ന് നിനക്കൊണ്ട് ആദായമില്ലാതെ നീ മുറിക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന വ്യക്തിയാണോ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. പലരെ വാക്കിനും പല പ്രവൃത്തികളിലും നിനക്ക് നേരിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ പലവിധമായിരിക്കുന്ന മാന്ത്രിക പ്രയോഗത്തിലും ദുർവർത്തമാനത്തിലും നിന്നെ ഒതുക്കി ഒരു ഭാഗത്ത് നിർത്തി, നിന്റെ ശരീരത്തിന്റെ കയ്യോ കാലോ തളർന്ന് നീ ഒരു ഭാഗത്തിരുന്നാണ് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തും. കാര്യം നീ നിഷ്കളങ്കനായി നിന്നവനാണ്, നീ ദൈവത്തിന് വേണ്ടി ഉழைച്ചു നിന്നവനാണ്. നിനക്ക് ചില സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നറിഞ്ഞുകൊണ്ട് നിനക്ക് വിരോധമായി അടിച്ചതായിരിക്കുന്ന തീയമ്പുകൾ ദൈവത്തിന്റെ ആത്മാവിന് രാത്രികാലം ഉടയ്ക്കുവാൻ തീരുമാനിക്കുകയാണ്. നീ ദൈവത്തിന് ഫലമുള്ള ഒരു വൃക്ഷമായിരുന്നു. നീ ഫലമുള്ള വൃക്ഷമായതുകൊണ്ട് നിന്റെ ജനനത്തിലെ നിന്നെ ഒതുക്കിക്കളഞ്ഞു. ഇന്ന് പകൽക്കാലം ഈ ശബ്ദത്തിന്റെ പരിധിയിലായിരിക്കുന്ന ഏത് വ്യക്തിയായിരുന്നാലും ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിന്റെ കരം നിങ്ങൾ മേൽ ഇന്ന് രാത്രികാലം വ്യാപരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? ഈ ശബ്ദത്തിന്റെ പരിധിയിൽ ഇന്ന് രാത്രികാലം കേൾക്കുന്ന യുവാക്കളെ, ഇന്ന് രാത്രികാലം നിനക്കൊരിക്കലും തീരാൻ കഴിയാത്ത രോഗമുണ്ടെന്ന് ഡോക്ടർ വിധി പറഞ്ഞു വന്നു. പല ടെസ്റ്റുകൾ ചെയ്തിട്ട് നമ്മൾ വിചാരിക്കാത്ത ചില രോഗത്തിന്റെ ലക്ഷണമാണ് പറയുന്നുവെങ്കിൽ നീ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നീ മുട്ടുമടക്കുവാൻ, നീ താഴുവാൻ തീരുമാനിച്ചാൽ ദൈവം നിന്നെ അത്ഭുതകരമായിരിക്കുന്ന രോഗശാന്തി ഇവിടെ ശുശ്രൂഷയിൽ നിന്നെ നിലനിർത്തിക്കൊണ്ട് നിന്റെ ശരീരങ്ങളിൽ പോരാകുന്ന രോഗത്തിന്റെ ശക്തികളെ കീഴ്മറിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോ ഇന്ന് രാത്രികാലം ശുദ്ധീകരിക്കുന്ന ദൈവമാണ്.
നീ മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന വ്യക്തിയാണ്. കടഭാരത്താൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണ്. ഒന്നും പറയുവാൻ കഴിയാതെ അവധി വെച്ച ഇത്ര ദിവസത്തിനകത്ത് ഇത്ര പണം മടച്ചില്ലെങ്കിൽ നിന്റെ വീട് വരെ ജപ്തി ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു നീ മാനസികമായി പരാജയപ്പെട്ട ഒരു കീഴിൽ നീ ഒരു വഴിയുമില്ലാതെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രികാലം നീ യേശുവിനെ അന്വേഷിക്കുവാൻ ആരംഭിക്കും. നീ യേശുവിനെ ഒന്ന് തൊടുവാൻ ആരംഭിക്കും. നീ യേശു ആരാണെന്ന് മനസ്സിലാക്കണം. നിന്റെ യേശുമായുള്ള ബന്ധത്തിൽ നീ വളരെ അകൽച്ച സംഭവിക്കുന്നുവെന്ന് പലരും പലതും പറഞ്ഞു വരത്തി. എനിക്കിപ്പോൾ പള്ളിയിൽ പോകാൻ പോലും കഴിയാതെ ഞാൻ ഒരു മൂലയിൽ കൂടിയിരുന്നു. എത്ര കാലം ഞാൻ ഇവിടെ ഇരിക്കും? എന്റെ ആയുസ് തീരാറായി. എന്റെ ശരീരം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് മുമ്പിലോട്ട് പോകുവാൻ വഴി. കുടുംബം തള്ളി, സഹോദരങ്ങൾ തള്ളി. ഞാൻ ജീവിക്കുന്നത് ചില പ്രതീക്ഷകളിൽ മാത്രം. ഇല്ല എന്ന് രാത്രികാലം നിന്റെ അരികിൽ യേശു ഇറങ്ങി. അനർത്ഥങ്ങൾ, ആപത്തുകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഏറി വന്നപ്പോഴും ജോസഫിനെ സ്നേഹിച്ച ദൈവം ഇന്ന് രാത്രികാലം നമ്മൾ എവിടെയായിരുന്നാലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നിന്റെ മാനസികാവസ്ഥ കണ്ടുകൊണ്ട് നിന്നോട് ആത്മാവ് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നീ എടുത്ത തീരുമാനം, സഭയ്ക്കകത്തും പുറത്തും എടുത്ത തീരുമാനങ്ങൾ, നീ ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കനായി നടക്കുക. നീ നിഷ്കളങ്കനായി നടന്ന് നീ മുമ്പിലോട്ട് കടന്നു ചൊല്ലുമെന്ന് ജോസഫിന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ ഏറെ മുന്നിൽ കടന്നു വന്നു. ആർക്കും പറയാൻ കഴിയാത്ത രാജാവ് കണ്ട സ്വപ്നം വിവരിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ആ രാജാവിന് മേൽ സ്വപ്നം വിവരിച്ചു കൊടുത്ത ആ ജോസഫിനെ രാജ്യത്തിന്റെ രണ്ടാമനായി രാജാവ് ഉയർത്തി. ആ ജോസഫിനെ രണ്ടാമതായി രാജാവ് ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ സകല അധികാരവും ജോസഫിന് കൊടുക്കുമ്പോൾ രാജാവിന്റെ കയ്യിലുള്ള മോതിരം ഉരുവി രാജാവിന് മേൽ കൊടുത്തുകൊണ്ട് രാജാവ് ജോസഫിന് കൊടുത്തുകൊണ്ട് രാജ്യം വാഴുന്ന കാലം അവിടെ രാജാവ് കണ്ട സ്വപ്നം ക്ഷാമകാലം ആരംഭിക്കുകയാണ്. അവർ കണ്ട കാലം സ്വപ്നം വിവരിച്ചു കൊടുത്തത് കൊണ്ട് അതിനെ പരിഹരിപ്പാൻ ജോസഫിന് മാത്രമേ കഴിയുമെന്ന് രാജാവ് കണ്ടു. ആ ജോസഫിന് മാത്രമേ ആ കാര്യങ്ങളെ കാണുവാനും ചെയ്യുവാനും കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജാവ് ജോസഫിനെ ആ വകുപ്പിലെ മന്ത്രിയാക്കി. ധാന്യം, കലവറകൾ. ജോസഫ് തന്റെ കലവറകളെ, തന്റെ പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ അവന് കൊടുത്തിരിക്കുന്നതായിരിക്കുന്ന ആ കലവറകളെ അവനെ ആ ധാന്യ വകുപ്പ് അല്ലെങ്കിൽ ഭക്ഷ്യ വകുപ്പ് കൊടുത്തു. അവൻ കൃത്യമായും കാര്യങ്ങളെ കൃത്യമായും അവൻ പരിഹരിച്ചു. ക്ഷാമം വരുമെന്ന് നേരിൽ അറിഞ്ഞുകൊണ്ട് ജോസഫ് സകല കലവറകളെയും സകല കളപ്പുരകളിലും അവൻ ധാന്യം ശേഖരിച്ചു. മുപ്പത്തിയേഴിന്റെ അച്ഛൻ വായിച്ച് മുപ്പത്തിയേഴിന്റെ അഞ്ചാണ് മുപ്പത്തിരണ്ട് അഞ്ചാണോ? ഞാൻ വായിക്കപ്പെട്ടത് ജോസഫ് രാജാവിന്റെ കൊട്ടാരത്തിൽ കാര്യക്കാരനായപ്പോൾ ആ നിലങ്ങളെല്ലാം സമൃദ്ധിയായി വിളയുവാൻ തുടങ്ങി. അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം അവനു വേണ്ടി ആ ധാന്യങ്ങൾ വിളയുവാനും കൃഷികാര്യങ്ങൾ ചെയ്യുവാനും എല്ലാം അധികാരം കൊടുത്തു. അവൻ ആ കുടുംബത്തിലൊരു അനുഗ്രഹനായി. അവൻ അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിൽ അനുഗ്രഹനായി തീരുമ്പോൾ അവൻ രാജ്യത്തിൽ രണ്ടാമനായി രാജാവ്
ഭാരം ഏൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന എന്റെ മാന്യ സുഹൃത്തുക്കളെ, നീ നിന്യാമണ്ണം ദൈവത്തിന്റെ പാദപിടത്തിൽ നിലനിന്നു. ആരെയും വാക്ക് കേട്ട് നീ പേടിക്കാതെ ഇറക്കാതെ ദൈവത്തിന് വേണ്ടി നീ ഉറച്ചു നിന്നു. ഇവിടെ രാജ്യഭാരം വയ്ക്കുന്നത് കൊടുത്ത കമ്മിറ്റിയോ പ്രസിഡന്റോ എന്നായിരിക്കുമെങ്കിലും അതിനുപരിയായി ദൈവം നമ്മൾ മേൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തി കൊണ്ട് ഞങ്ങളെത്തുന്നിടത്തി സമൃദ്ധിയുണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ദൈവം നമ്മളെ നടത്തേണ്ടതിനും നമ്മളെ വഴി നടത്തേണ്ടതിനും ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ചില അടിസ്ഥാന ഉപദേശങ്ങളിൽ നമ്മൾ നിലനിൽക്കണം. അടിസ്ഥാന ഉപദേശങ്ങളിൽ നിലനിൽപ്പാനും ദൈവം നമ്മളെ തക്ക സമയത്ത് ഫലം കായ്ക്കേണ്ടവരായി മാറ്റേണ്ടതിന് അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ, അവന്റെ ദൈവം നൽകുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ, ആത്മാവിനാൽ നമ്മളെ നടത്തുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ജോസഫ് കണ്ട സ്വപ്നം എപ്പോഴാണ് ഫലം വരുന്നത്? ജോസഫ് കണ്ട സ്വപ്നം ഫലം വരുന്നതിന് ഒരു കാലമുണ്ട്. അതുകൊണ്ടാണ് ദർശനങ്ങൾ കവിതി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാധിയിലേക്ക് ഓടിയെത്തും. അവിടെ നിന്ന് ജോസഫ് രാജാവിന്റെ കൊട്ടാരത്തിൽ അധികാരത്തോട് വാഴുമ്പോൾ ലോകം മുഴുക്കനും ക്ഷാമം പിടിക്കുകയും ഇവരെ പക്കൽ മാത്രമേ ആഹാര സാധനങ്ങളുള്ളൂ. അവിടെ അവർ ഇവരെ അന്വേഷിച്ച ഇവരായിരിക്കുന്ന സ്ഥലത്ത് കടന്നു വരികയാണ്. സഹോദരന്മാരും എല്ലാവരും ജോസഫിന്റെ അടുക്കൽ കടന്നു വരും. നാൽപ്പത്തിരണ്ടിന്റെ 6 വായിച്ചു. ജോസഫ് ദേശത്തിൽ അധിപതിയായി. ദേശത്തിൽ സകല ജനത്തിനും ധാന്യം വിറ്റും ജോസഫിന്റെ സഹോദരന്മാരും ജോസഫിനെ കണ്ടു സാഷ്ടാംഗം നമസ്കരിച്ചു. ജോസഫിനെ എന്താണ് ഇവനെ ജോസഫിന്റെ അങ്കി അപ്പൻ കൊടുത്തതായിരിക്കുന്ന വസ്ത്രത്തെ വലിച്ചു കീറി അപ്പനോട് കൊടുത്തത്. ജോസഫ് നിഷ്കളങ്കനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൻ ദൈവത്തിനോട് ചേർന്ന് നടക്കുന്നവനായിരുന്നു. ദൈവത്തിന്റെ വചനങ്ങൾ അതുപോലെ അനുസരിച്ച് മുമ്പിലോട്ട് പോകുന്ന ജോസഫ് കണ്ട സ്വപ്നം, ഞാൻ എന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുകയും നിങ്ങളെ കറ്റ എല്ലാം എന്റെ കറ്റയെ നമസ്കരിക്കുകയും ചെയ്യും. അപ്പൊ എന്റെ കറ്റയെ നമസ്കരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അവർക്കുണ്ട വൈരാഗ്യത്തിന്റെ ബുദ്ധിയാണ് ജോസഫിനെ രാജാവിന്റെ കൊട്ടാരത്തിലേക്കാക്കിയത്. തീർച്ചയായും ജോസഫ് സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവരെ വീട്ടിൽ നിന്നുവെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനം അവരിൽ നടക്കില്ലായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദാനം നടക്കണമെങ്കിൽ നമ്മൾ അവിടുന്ന് ജോസഫ് തന്റെ കുടുംബം വിട്ട് മാറുവാൻ ഒരു പ്രവൃത്തി സഹോദരന്മാരിൽ സഹോദരന്മാർ കൊല്ലാതെ അവനെ വിറ്റുകളഞ്ഞുവെങ്കിലും ദൈവം അവനെ കരുതിക്കൊണ്ടു. ക്ഷാമകാലമായപ്പോൾ സഹോദരന്മാർ ജോസഫിനെ അന്വേഷിച്ചു വരേണ്ടതായി വന്നു. ഇന്ന് രാത്രികാലം ഈ ശബ്ദത്തിന്റെ പരിധിയിലായിരിക്കുന്നവരും നിങ്ങൾ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞു നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ, നിങ്ങളെ ഒതുക്കിക്കളഞ്ഞാൽ ദൈവസ്നേഹം നിങ്ങളെ തേടി വരും. ദാനിയേലിനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കി പല രേഖകൾ എഴുതിയുണ്ടാക്കി. ദാനിയേലിന് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ കൊടുത്ത് ദാനിയേലിനെ കുഞ്ഞുങ്ങളുടെ കൂട്ടിനകത്തിട്ട്
ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ആ ദാനിയേലിന്റെ ജീവിതത്തിൽ ആർക്കും ദ്രോഹം ചെയ്യാതെ ദിനം പ്രതി 3 പ്രാവശ്യം ദൈവത്തോട് തന്റെ കാര്യങ്ങളെ ദൈവത്തോട് ചേർന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു. ആ ദാനിയേലിനെ തകർക്കുവാൻ വേണ്ടി അവർ ചെയ്ത സകലതമായിരിക്കുന്ന പ്രവൃത്തികളെയും വിരാമം വിട്ടുകൊണ്ട് ആരാണ് ദാനിയേലിന് വിരോധമായി വിധിയെഴുതിയത്? ദാനിയേലിന് വിരോധമായി വിധിയെഴുതിയത്. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വിരോധമായി ആരാണ് വിരൽ ചൂണ്ടി വിധിയെഴുതി നിങ്ങളെ തകർത്ത് കളയുവാൻ നോക്കുന്നുവോ? ഈ തകർക്കുന്നവരെ കൊണ്ട് തിരിച്ചു വിധി എഴുതിയിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതാ ദാനിയേല് സുഖമായി സുങ്കത്തിന്റെ കൂട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ദാനിയേലിനെ സുങ്കത്തിന്റെ കൂട്ടിൽ ഇട്ടു തകർക്കുന്നതിന് വേണ്ടി ദാനിയേലിന് വേണ്ടി രാജാവ് കൽപ്പന പാസാക്കിയ മന്ത്രിയും തുടങ്ങിയ ഭരണാധികാരിയും അവരെല്ലാം കൂടി ദാനിയേലിനെ സുങ്കത്തിന്റെ കൂട്ടിലേക്ക് അകപ്പെട്ടു. ഇന്ന് രാത്രികാലം നീ അങ്ങനെ അകപ്പെട്ടവളാണ്, നീ അങ്ങനെ നിന്നെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. തീയുടെ മറ്റേയും ഇറങ്ങി വന്ന ദൈവം ഇന്ന് രാത്രികാലം നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിന് ഇറങ്ങി വന്നു നിങ്ങളെ പരാജയങ്ങളെ അത് വിജയകരമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. എന്താ സംഭവിച്ചത്? ദാനിയേൽ തന്റെ സുങ്കത്തിന്റെ കൂട്ടിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ നിനക്ക് എതിരായി എഴുതിയ നിയമങ്ങളും നിനക്ക് എതിരായി വെച്ച സകല പ്രതികൂലങ്ങളും പലതും അത് സാധിച്ചെന്നും നീ അക്കരെ നിന്നും പലരോടും പറഞ്ഞു ചിരിച്ചില്ലേ? അവളിന് ഇങ്ങനെ തന്നെ വേണം, അവൻ ഇങ്ങനെ തന്നെ വേണം, അവർക്ക് ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു ചിരിക്കുന്നതിന്റെ മുമ്പിലും അവിടുത്തെ ഒരു ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങി വന്നു. ദാനിയേൽ ഇന്ന് രാത്രികാലം സുഖമായി ഉറങ്ങും. ദാനിയേലിന്റെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞ രാജാവിന് ഉറക്കം ഇല്ല. ഇന്ന് രാത്രികാലം എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളെ ആരെങ്കിലും നിങ്ങളറിയാത്ത കാര്യങ്ങൾക്ക് പകയ്ക്കുകയോ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് അകറ്റി നിർത്തുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളെ വിഷയങ്ങളെ യഹോവയായ ദൈവം പരിഹരിക്കും. ആ ദാനിയേലിനെ സുങ്കത്തിന്റെ കൂട്ടുന്ന് കയറ്റുവാൻ രാജാവ് അനുവാദം കൊടുക്കുമ്പോൾ ആരാണ് ഇതിന് മുൻകൈ കൊടുത്തുവോ അവനെ സിംഹത്തിന്റെ കൂട്ടിന്റെ അഴിയിലടുത്തെത്തുമ്പോൾ അകത്തു കടന്ന സിംഹം അവനെ വലിച്ചു കീറുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരു നിഷ്കളങ്കനാണ്, ദൈവത്തിന് വേണ്ടവനാണ്, ദൈവത്തിന് ഇഷ്ടത്തിനായി നീ ജീവിക്കുമെങ്കിൽ നിനക്ക് വിരോധം എഴുതുന്ന ഏതു വിരലുകളെയും ദൈവം തകർക്കും. ചിലപ്പോൾ നിനക്കൊരു കാലത്ത് ഒരു പ്രതിസന്ധി വന്നേക്കാം. നീ ചിലപ്പോൾ നിന്നെ ഒതുക്കി മാറ്റി ഒരു ഭാഗത്ത് നിർത്തിക്കാം. അതിന്ന് കിട്ടുന്ന നന്മയോ ആദായങ്ങളോ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന നന്മയോ എല്ലാം നിനക്ക് ഇല്ല എന്ന് പറഞ്ഞു നീ ആ ഭാഗത്തിരിക്കുന്നിടത്തുനിന്ന് നീ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറാകണം. നീ എന്റെ നിഷ്കളങ്കയെ ഒന്ന് മനസ്സിലാക്കി, എന്റെ അവസ്ഥയെ മനസ്സിലാക്കി ഇന്ന് രാത്രികാലം നീ എനിക്ക് മറുപടി നൽകണമേ. ഞാൻ ഇന്ന് രാത്രികാലം ഉയർത്തുന്ന എന്റെ യേശു നിങ്ങളെ ഉയർത്തുവാൻ ചില നിമിഷങ്ങളായി, ചില നേരങ്ങളായി, ചില ദിവസങ്ങളായി നീ ചില കാര്യങ്ങൾ വിചാരിച്ചിട്ടും ആ വിചാരിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണം കാണാതെ അത് പരാജയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവായ യേശുവിനെ നീ വിളിക്കുവാൻ. ആ യേശു നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. വീട്ടിന് അടിസ്ഥാനം വിട്ടിട്ട് അതിനു മുകളിൽ ഒരു കല്ല് പോലും വെച്ച് കെട്ടാൻ കഴിയാതെ നിന്നെ ഒതുക്കിക്കളഞ്ഞ മണ്ഡലത്തിനകത്തുന്നു ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിനക്ക് പണി ചെയ്യുവാൻ ദൈവം ചില അനുവാദങ്ങൾ തരേണ്ടതിന് നീ ചില ദൈവദാസന്മാരെ വിളിച്ചു നീ അവിടെ പ്രാർത്ഥിക്കണം. കൊർന്നല്യോസിനോട് പറഞ്ഞു, കൊർന്നല്യോസേ, നീ സകലതും നന്മയ്ക്ക് ചെയ്യുന്നവനാണ്. നീ ചെയ്യുന്ന സകല എല്ലാവർക്കും കൊടുക്കുന്ന ധനങ്ങളും
നീ ദോഷം ചെയ്യാതെ നീ പലവർക്കും നന്മ ചെയ്യുന്നവനാണ് കൊർന്നേല്യോസേ. എന്നാൽ നിനക്ക് പറയുവാൻ ഒരു കാര്യമുണ്ട്. നിനക്ക് സകലതും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം നീ പത്രോസിനെ വിളിച്ചു. അവൻ പത്രോസിന്റെ പ്രസംഗം കേൾക്കണം. കൊർന്നേല്യോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ മാത്രമേ കൊർന്നേല്യോസിന് എത്ര പേര് വേണമെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ചില അധികാരങ്ങൾ കൊർന്നേല്യോസിനുള്ളത് കൊണ്ടാണ്. കൊർന്നേല്യോസിനോ അവിടെ നിന്ന് ആളെ അയച്ചു. പത്രോസ് താമസിക്കുന്ന സ്ഥലം പറഞ്ഞ കൃത്യതയോട് അന്വേഷിച്ച് കണ്ടെത്തി. എപ്പോഴാണ് കൊർന്നേല്യോസ് ആ ദൈവദൂതൻ പറഞ്ഞ വാക്ക് കേട്ടനുസരിച്ച് ആളെ പറഞ്ഞാക്കിയോ, അന്ന് മുതൽ കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ അനുഗ്രഹം വരുവാൻ ഇടയായി. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നത്, ജോസഫിന്റെ മുമ്പിൽ ജോസഫ് കണ്ട കറ്റ, ജോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. സഹോദരന്മാരെ കറ്റ ജോസഫിനെ വണങ്ങുന്നു എന്ന് പറഞ്ഞ് അതിന്റെ വൈരാഗ്യം കൊണ്ട് ജോസഫിനെ കൊല്ലുവാനും തകർക്കാൻ നോക്കുന്ന ആ സഹോദരന്മാർ ഇതാ ജോസഫിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഞങ്ങളെ ഏതെങ്കിലും ഭാഗത്ത് ഒതുക്കി മാറ്റി നിർത്തിയെങ്കിൽ നാളത്തെ പുലരിയിൽ ആ ഭാഗത്ത് നമ്മളെ മാനിപ്പാൻ കഴിയുന്നൊരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ സകലരെയും അനുഗ്രഹിക്കേണ്ടതിന് ജോസഫിന്റെ ദർശനങ്ങൾക്കും തന്റെ സ്വപ്നത്തിനും എല്ലാം ഫലം നൽകി കൊടുത്ത ആ ജോസഫിന്റെ ജീവിതത്തിലും ഇനിയും ഞങ്ങൾക്ക് ചില ദർശനങ്ങളെ നടക്കാനുണ്ട്. ഇനിയും നിങ്ങൾക്ക് ചില നന്മകളെ നമുക്ക് നൽകുവാനുണ്ട്. അത് തീർക്കാതെ ദൈവം നമ്മളെ മുഖത്തുനിന്ന് നമ്മളെ എടുക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യതിയാനങ്ങളെ വരുത്തിക്കൊണ്ട് വരുന്ന നാളുകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിന് വലിയ നന്മയും രക്ഷയും നൽകിക്കൊണ്ട് ഈ ആയിരിക്കുന്ന അപ്പോസ്തലിയ മിഷന്റെ അപ്പോസ്തലിയ ടീമിന്റെ പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് ദൈവത്തെ സ്വീകരിപ്പാൻ, ദൈവത്തെ അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിപ്പാൻ ഒരുങ്ങിയാൽ ദൈവവും നിങ്ങളെ സ്നേഹിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ജോസഫ് സ്വപ്നം കണ്ടതുടനെയും ജോസഫിന് വിരോധമായി എഴുന്നേറ്റ് തിരിച്ച് അവർ ചെന്ന് ജോസഫിന്റെ മുമ്പിൽ വണങ്ങുവാനിട. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞങ്ങളെ സകല വിഷയങ്ങളും ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ദൈവം നമ്മളെയും പരിപാലിക്കുവാനും രക്ഷിക്കാനും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹീതമായ ദൈവത്തിന്റെ സന്ദേശം കേൾപ്പിച്ച പ്രിയ ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ടാണ് പ്രിയ കർത്തൃദാസൻ ലൈവ് പ്രകാരം പ്രസംഗിക്കുന്നത്. വളരെ ആഴമേറിയ ഒരു ദൈവിക സന്ദേശമാണ് തന്നിൽ കൂടെ കേൾക്കുവാൻ ഇടയായത്. സഹോദരങ്ങളാൽ പൊട്ടക്കുഴിയിൽ അകപ്പെട്ട ജോസഫ്, ആ ജോസഫിനെ പിന്നീട് ദൈവം എന്ത് ചെയ്തു? ഉയർത്തി. പലപ്പോഴും നമ്മൾ പലരും ഇതുപോലെ ഏതൊക്കെ ചില സാഹചര്യങ്ങളിൽ പൊട്ടക്കുഴിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ആ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ നോക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ യേശുക്രിസ്തുവിനെ വിളിച്ച് അപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ ജോസഫിനെ ഉയർത്തിയവനായ ദൈവം ആ പൊട്ടക്കുഴിയിൽ നിന്ന് കരകയറ്റി മിസ്രൈമിന്റെ ഭരണാധികാരിയായി പക്ഷമന്ത്രിയായി ദൈവം മാറ്റി നമ്മെ ഉയർത്തുവാൻ, നമ്മെ മാനിക്കുവാൻ സർവശക്തനായ ദൈവം ശക്തൻ. അതിന് പകൽക്കാലം രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച ആ നിമിഷം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടെ കൃപയ്ക്കാട് സ്തോത്രം.
കേൾക്കപ്പെട്ട വചനത്തിനായ സ്തോത്രം, വചനം വിളമ്പിയ ദൈവദാസനായ സ്തോത്രം. ഇനി അനേകായിരങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവത്തിന് അഭിഷേകം കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഓരോ ദൈവമക്കളെയും തമ്പുരാന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കഥാവാരെങ്കിലും ഒക്കെ ഇതുപോലെ പൊട്ടക്കുഴിയുടെ അനുഭവത്തിലൂടെ, നില്ലായ്മയുടെ ശൂന്യതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്നാളുകൾ കഥാവെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു ചേഞ്ച് വരുത്തുമാറാകണമേ, അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരങ്ങളെയും ദൈവകരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകരം സകലം സമർപ്പിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന. നല്ല പിതാവേ, ആമേൻ. സ്തോത്രം.